ഇവിടുത്തെ കേരള ഗവൺമെന്റിനെ കുറിച്ച് അല്ലെങ്കിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അത് ഉടനെ വർഗീയപരമാവുന്ന എങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിനെ തള്ളുന്നു. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അത് വർഗീയത ആവുന്നില്ല. അത് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അത് ഏത് വർഗം ആണ് എന്നുള്ളതും ഏത് മതത്തിൻ്റെ ആധിപത്യമാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയണം. അപ്പോൾ ഹിന്ദു മതത്തിൻ്റെ ആധിപത്യമാണ് എന്ന് പറയുമ്പോൾ അത് മതേതരത്വത്തിൻ്റെ ലക്ഷണമായിട്ടും, അത് ഇസ്ലാമിൻ്റെ ആ ഒരു ആധിപത്യം, ഇപ്പോൾ സൂംബ ഡാൻസിലായാലും നമ്മുടെ ഈ പറയുന്ന പൗരത്വ ഭേദഗതിയുടെ സമയത്ത് നടന്നിട്ടുള്ള കള്ളപ്രചാരണങ്ങളായാലും, അതോടൊപ്പം ഇപ്പോൾ ഈ മദ്രസ സമയം മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ഏറ്റവും ഒടുവിലത്തെ കാര്യം മാത്രമാണ്. ഇനി കുറച്ചുകൂടി ബാക്കോട്ട് പോകുകയാണെങ്കിൽ യൂണിഫോം സിവിൽ കോഡിൻ്റെ വിഷയം, ഇതൊക്കെ പറയുമ്പോൾ അവിടെയും വേറെ വലിയ വിഷയമായിട്ട് ആരാണ് ഉന്നയിച്ച് മുന്നോട്ട് വന്നതെന്നുള്ളതൊക്കെ നമ്മൾ നോക്കുക. അപ്പോൾ എവിടെയാണ് മുട്ടി നിൽക്കുന്നത്, ഏത് മതമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ളത് ചോദിക്കുമ്പോൾ, അതിനെക്കുറിച്ച് പറയുമ്പോൾ ആ പറയുന്ന ആളുകൾ ഈ മതത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഉടനെ വർഗീയവാദിയാകും എന്നതാണ് നിങ്ങളുടെ ഒരു മാനദണ്ഡമെന്നുണ്ടെങ്കിൽ അത് കയ്യിൽ വെച്ചാൽ മതി എന്ന് നമുക്ക് പറയാനുള്ളൂ. നമുക്ക് അങ്ങനെയല്ല പറയേണ്ടത്, പറയുക എന്നുള്ളത് തന്നെയാണ്. പച്ചയ്ക്ക് പറയുക, റോമാൻ ആവുക എന്നുള്ളതാണല്ലോ നമ്മുടെ രീതി. അപ്പോൾ അതുകൊണ്ട് നമ്മളത് പറയുന്നു.